എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു റീഡിംഗ് നോക്കാം. അതിനോട് ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ട ഒരു റീഡിംഗാണ്. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ വഴിയിലാണോ എന്ന് നോക്കാനായിട്ട്. പലരും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രണയബന്ധം അത് ശരിയായതാണോ, ഞാനിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ശരിയാണോ എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റീഡിംഗ് എടുക്കാൻ കരുതി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ്സും ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാരോയുടെ ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴാണോ ഗൈഡൻസ് വരേണ്ടത് ആ സമയത്താണ് ചില വീഡിയോസ് നമ്മുടെ മുന്നിലെത്തുക. അതിപ്പോൾ നമുക്കുള്ളൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ കാണാം. ടാരോ പലപ്പോഴും യൂണിവേഴ്സ് നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ അതിന് ചില മെസ്സേജുകൾ നമുക്ക് കൺവേ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്താണ് ഇത്തരം വീഡിയോസും കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ നമുക്കുള്ള ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ജോലി മാറി വേറെ ജോലി തേടുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത്. എന്താണൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കാർഡുകൾ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. ഒരു രീതിയിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണ്ട, അത് വിട്ട് കളഞ്ഞേക്കാം. ചില സമയത്ത് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയത്ത് ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും. അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇത് ഒരുപാട് പേര് കാണുന്ന കാരണം പലരുടെയും എനർജി ഉണ്ടാവും. അപ്പോൾ പലരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ മാത്രമല്ല മറ്റു പലരുടെയും റീഡിങ് കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള വിട്ട് കളയുക. അപ്പോൾ ഇവിടെ കാണുന്ന കാർഡുകൾ വെച്ചിട്ട് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന കുറേ പേരുടെ എനർജി കാണുന്നുണ്ട്. ഒരു വിദേശ യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ പലവിധ തടസ്സങ്ങളും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെ കുറച്ച് നിരാശയിലൊക്കെ ആക്കുന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങളിലും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. ഇത് പോയി കഴിഞ്ഞാൽ അവിടെ സക്സസ് ആവുമോ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറയണത്, നിങ്ങൾ ഒരു റിസ്ക് എടുത്തുകൊണ്ടായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഒരു വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അതൊരു വിദേശ യാത്രയുടെ കാർഡ് തന്നെയാണ്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരു സക്സസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അത് തടസ്സങ്ങളല്ല, നമുക്ക് കുറച്ച് ലാഗ് ആവുക കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു വട്ടം പോകുന്നിടത്ത് ചിലപ്പോൾ 2-3 വട്ടം പോകേണ്ടി വരിക. ഇതൊക്കെ കാണുന്നുണ്ട്, ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ. പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മുടെ ഒരു എനർജി ലെവലും കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി ഈ ടെൻഷനിൽ നിൽക്കുകയാണ്. ശരിയാവും എന്നുള്ള നമ്മുടെ സംശയമുണ്ട്. ആ ഒരു എനർജി ലെവൽ തന്നെയാണ് നമ്മളെ 2-3 വട്ടം നടത്തിക്കുന്നത്. നമ്മൾ പറയാം ധൈര്യമായിട്ട്, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയാം. അത് നടക്കും, അതെനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സക്സസ് ആണ്, അപ്പോൾ നടക്കും. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവിടെ നിങ്ങൾക്കൊരു കരിയറും അതുപോലെ തന്നെ കുടുംബമെല്ലാം പടുത്തുയർത്താൻ കഴിയും. അപ്പോൾ അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ ശരിയാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചില വ്യക്തികൾ മുന്നുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് ചീറ്റ് ചെയ്ത് പോയ ചില വ്യക്തികളെ ആലോചിച്ച് ആരൊക്കെയോ വളരെ നിരാശയിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിട്ട് കളഞ്ഞേക്കും. കാരണം നമ്മളെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇട്ടിട്ട് പോയത്. അപ്പോൾ അവർ പോയിക്കോട്ടെ. നിങ്ങൾ പക്ഷേ ഈ നിരാശയും വിഷമത്തിലും ഇങ്ങനെ കഴിയേണ്ട ആവശ്യം എന്താണ്? അത് ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. അത് നമുക്ക് എപ്പോഴാണോ വേണ്ടത്, ഏത് സമയത്താണോ എന്താണോ വേണ്ടതെന്ന് യൂണിവേഴ്സിന് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഏറ്റവും നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ചിലപ്പോൾ അതല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്
തട്ടി മാറ്റുന്നത്. അതിനൊരു കാരണമുണ്ട്, പോകുന്നു. ഇറ്റ്സ് ഓക്കെ, പെയിൻഫുൾ സിറ്റുവേഷനാണ്, അതറിയാം. എങ്കിൽ കൂടിയും ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. അതുപോലെ ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല തുടക്കമാണ്. ഒരു സ്റ്റേബിൾ ആൻഡ് സക്സസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് തരണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ പറയാനുള്ളത്. മുന്നുണ്ടായിരുന്ന അനുഭവങ്ങളെ വിട്ട് കളയുക. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തൊരു കാര്യമാണല്ലോ യൂണിവേഴ്സ് എടുത്ത് മാറ്റിയത്. അപ്പോൾ അതിനങ്ങനെ തന്നെ അംഗീകരിക്കുക, അതിനെ ഫോർഗീവ് ചെയ്ത് കളയുക. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഈ പുതിയ തുടക്കത്തെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള സന്തോഷവും സമാധാനവും നല്ലൊരു കുടുംബജീവിതമൊക്കെ തരും. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തികമായ ഇടപാടുകളിൽ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊരു പാർട്ട്ണർഷിപ്പോ കാര്യങ്ങളോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് സമയമെടുത്ത് ചിന്തിച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് വട്ടം കൂടി ആലോചിക്കുക. നമ്മൾ പൈസ മുടക്കി എന്തെങ്കിലും കാര്യം തുടങ്ങാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ മറ്റൊരാളെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇത് വളരെ താൽക്കാലികം മാത്രമാണത്. അതിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികമായിട്ട് എന്തോ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് ചിന്തിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ വിഷമിച്ച് നിങ്ങൾ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നൊന്ന് ചിന്തിച്ചിരിക്കേണ്ട. കാരണം ഇതൊരു താൽക്കാലികം മാത്രമാണ്. തീർച്ചയായിട്ടും പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആരോഗ്യവതിയായിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ വരും. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് എല്ലാ അസുഖങ്ങളെയും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് ശരീരത്തിന് സ്വയം ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡും കൂടി അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. മൈൻഡ് നമ്മൾ വളരെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഹീലായി നമുക്കതിന് പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി സ്ട്രോങ് ആയി ഇരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ശരീരത്തിന് എല്ലായ്പ്പോഴും ഒരു ഹീലിങ്ങും അതുപോലെ തന്നെ പുതിയൊരു ഊർജ്ജം നമുക്ക് കിട്ടും. മെൻ്റലി സ്ട്രോങ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ആ ബാഗേജ് കൊണ്ടുപോകുന്നത് നമ്മൾ, അത് കഴിഞ്ഞു, ഇനി എന്തിലൊക്കെ ചിന്തിച്ചാലും നമുക്ക് അതിന് മാറ്റം കഴിയില്ല. അതിനങ്ങനെ വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം മാറി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പ്രതീക്ഷകൾ കൊണ്ടുവരിക, സന്തോഷം കൊണ്ടുവരിക. ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുക. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് താൽക്കാലികം മാത്രമാണ്, ഞാൻ ഇതിൽ നിന്ന് എന്തായാലും മുന്നോട്ട് പോകുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാം, ഇത് ശാശ്വതമല്ല, ഈ നിമിഷവും കടന്നു പോകും എന്ന് പറയുക. അതുപോലെ തന്നെ ഇനി എന്താണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഞാൻ എടുക്കേണ്ട ഡിസിഷൻ എന്നറിയാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന കുറേ പേരെ കാണുന്നുണ്ട്. എന്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ജോലി ചെയ്യുമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരുടെയൊക്കെ ഒരു എനർജി കൂടി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ കൃത്യമായിട്ടൊരു ഉപദേശം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സഹായവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ വരുമ്പോൾ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, മുന്നോട്ട് പോകുക. ഒരുപക്ഷെ നമ്മുടെ പഴയ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ പഴയ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും നമുക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരും. അതിനെ ട്രസ്റ്റ് ചെയ്യുക, അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.